നിന്റെ അപ്പം ഇല്ല 200 എടുക്കാൻ. വേണ്ട ഉണ്ടാ 100 എടുക്കാൻ പോയി 100 നോക്ക്. എന്തെങ്ങനെ വരണമോ? പോയടാ, എല്ലാം പോയടാ. എന്തുറ്റി? ജമന്തിയുടെ അച്ഛൻ പോയാ? പോടാ, അതല്ലടാ. പിന്നെ ടൗണില് ജ്വല്ലറി ഇല്ലേ, കനക കലവറ, നമ്മുടെ പ്രശാന്തന്റെ. അവൻ അവിടെ ചിട്ടിയിൽ കൂടിയവരുടെ കാശും അവിടുത്തെ സ്വർണ്ണൊക്കെ ആയിട്ട് മുങ്ങിയത്. നന്നായി. ഞാൻ അപ്പോഴേ വിചാരിച്ചു 1-ാം വാർഷികത്തിനായി എന്തൊരു പൊടിപിടിപ്പായിരുന്നു. പിന്നെ സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള, വഴിയെ പോണവർക്കൊക്കെ ഗിഫ്റ്റ്, പിന്നെ സിനിമാ നടി വരണം. ഞാൻ അപ്പോഴേ വിചാരിച്ചു അവനെ ആള് ശരിയല്ല. എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. നമ്മുടെ പൈസയൊക്കെ പോയില്ല, നമ്മൾ എന്താണ് ചെയ്യാ? നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ? ഇപ്പൊ സമാധാനമായില്ലേ? എന്താളിയാ ഇത് അന്നേ ഞാൻ പറഞ്ഞാണ് അതിന് കൂടണ്ടാന്ന്. ഈ അമ്മാവന്റെ ഒറ്റ ആളുടെ വാക്ക് കേട്ടിട്ടാ ഞാനും കൂടെ അതിനകത്ത് കൊണ്ടുപോയിട്ട് പൈസ ഇട്ടത്. ആഹാ, അപ്പൊ എല്ലാരും കൂടെ ചിട്ടി ചേർന്നല്ലേ? ഇങ്ങനെ തന്നെ വേണം. അമ്മ! വരണം. അമ്മ ഒന്നുകൂടെ വന്നേ. 2 ദിവസം കൂടി കഴിഞ്ഞാലേ ഈ ചെയിന് കൊണ്ടുപോയിട്ട് 3 പവനാക്കാൻ വേണ്ടി ഇരുന്നതാ. കേക്ക് പറഞ്ഞു കൊടുക്ക്. നമ്മള് സ്വർണ്ണക്കുറി കൂടിയില്ലേ, ആ ജ്വല്ലറിക്കാരൻ അവിടുത്തെ സ്വർണ്ണവും ചിട്ടി പൈസയൊക്കെ ആയിട്ട് മുങ്ങി വെച്ചേ. കഷ്ടമായി പോയല്ലോടാ. കഷ്ടമായി പോയല്ലോടാ. ഞാൻ അന്ന് അമ്മയോടൊക്കെ പറഞ്ഞല്ലേ ഞാൻ ചേരണ്ടെന്ന് പറഞ്ഞല്ലേ ഞാന്. എടാ, ഈ സ്വർണ്ണച്ചിട്ടിൽ വേറെ ഒരുപാട് ആൾക്കാരില്ലേ? പിന്നെ ആൾക്കാരില്ലേ? അത് ഈ അവൻ മുങ്ങിയതാണല്ലേ? എടാ, അവരെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അവനെ കണ്ടുപിടിച്ചൂടെ? എവിടെ പോയി കണ്ടുപിടിക്കും നമ്മള്? അവൻ ഈ ഒന്നും പറയണ്ട. കയ്യിൽ ഇരുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് കളഞ്ഞപ്പോ എല്ലാവർക്കും സമാധാനമായില്ലപ്പോ? അതെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം. ഇപ്പൊ ഞാനൊരു 200 രൂപ അവനോട് ചോദിച്ചപ്പോ ഇവ എന്നെ എന്തെല്ലാം പറയും. നിങ്ങളുടെ പൈസ ഇങ്ങനെ തന്നെ പോവുകളിയാ, വേണം വിളിയാ, ഇതൊക്കെ വേണം. ഒന്നും ചെയ്യാനില്ല, അത് പോയി. അതന്നെ പോയത് പോയി, പോട്ടെ. അങ്ങനെയല്ലേ വേണം. അതെ, കൊറേയൊക്കെ പറഞ്ഞ ചെറിയ ആളുകൾ പറയണം കേൾക്കണം. ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കുകയല്ലേ വേണ്ടത്? പിന്നെ നിനക്കറിയാമെങ്കിൽ നീ പാർട്ടിക്കാരനല്ലേ? എങ്ങനെയെങ്കിലും ശ്രമിച്ച് അവരെ ഈ അമ്മ എന്തൊക്കെ പ്രാന്താണ് ഈ പറയണത്. പിന്നെ ഈ പാർട്ടിക്കാരൻ ഇവൻ പോയിട്ടല്ല അയാളെ കണ്ടുപിടിക്കണം. അല്ല, അവന്റെ അഡ്രസ്സും ജാതകമൊക്കെ എന്റെ തന്നിട്ടാ പോയിക്കണേ എവിടെ ഉണ്ടെന്ന്. നീ ഏതെങ്കിലും ഒരു കണിയാനെ വെപ്പിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കുക. തങ്കം, വാ, ഒരു സന്തോഷമുണ്ട്, വേണി വാ. അതെ, നിങ്ങൾ ഈ പരിപാടി ചെന്ന് ചാടുന്നതിന് മുമ്പ് എന്നോട് ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ എങ്കിൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമായിരുന്ന? അവൻ കൊള്ളരുതാത്തവനും തല്ലിപ്പൊളിയാണെന്ന് എനിക്കറിയൂടെ. പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയാണ് അവൻ. ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയാമോ അതിൽ ചേരണ്ട. അപ്പൊ ഒറ്റാളും കേട്ടില്ലല്ലോ. അയ്യോ, തങ്കം പോയടി. 40,000 പോയി. ഒന്നുമില്ല, കനക കലവറ ഉണ്ടല്ലോ ജ്വല്ലറി, അവിടെ എല്ലാരും കൂടെ സ്വർണ്ണച്ചിട്ടി കൊണ്ട് കെട്ടി അവൻ എല്ലാമായിട്ട് അങ്ങ് മുങ്ങി. പിന്നെ ബോധം പോണ? ബോധം പോയാ അടിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ അവളെ അടിക്കുന്നതിന്? നമ്മളടിക്കണ്ടേ? ചിരിക്കടേ, സന്തോഷിക്കടേ. ഇവർക്കെല്ലാം ഇത് തന്നെ വേണം. എന്നാ നീ വല്ലാതെ സന്തോഷിക്കണ്ട. ഇവള് ആ ചിട്ടി ചേർന്നിട്ടുണ്ട്. അവൾ ഇത്രയും കാലം സ്വരുക്കൂട്ടിയായിരുന്ന 5,000 രൂപ കൊണ്ടുപോയിട്ട് അവൾ ആദ്യം ചിട്ടി തുടങ്ങിയത് അറിയോ? എന്നിട്ട് മാസം കൊണ്ടുപോയി അടച്ച പൈസ വേറെ 2,000, 4,000, 5,000 വെച്ചിട്ട് എത്ര അടച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ആ പൈസ അന്നേ ബാങ്കിൽ ഇട്ടോളം പറഞ്ഞാൽ ഞാൻ ഇവളോട് കേൾക്കണ്ടേ? ആണോടി നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ വാവിട്ട് ചോദിച്ചു പൈസ വല്ലതും ഇരിക്കണമെങ്കിൽ. അപ്പൊ നീ എന്താ പറഞ്ഞു? എന്റെ ഒരു നയാ പൈസ ഇല്ലെന്നല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മൊത്തത്തിൽ വിഴുങ്ങിയാലോ? നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണോടി. അതെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എന്നെക്കാളും വലിയ കള്ളന്മാര് പുറത്തുണ്ടെന്നുള്ളത്. അഹങ്കാരി, ഓടിയോടുന്നു. നീ ഇതൊന്ന് വാങ്ങിക്കോ.